Hi all, this is Sunday morning. Hope you all are doing good. Welcome to another long video from the Netters. സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലേറ്റായിട്ടാണ് എണീറ്റ് കഴിഞ്ഞിട്ട് നേരെ വന്ന് കോഫിക്കുള്ള വെള്ളം വെച്ചു. ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് പരിപാടികളൊന്നുമില്ലാത്തൊരു വ്ലോഗാണ് കേട്ടോ. നമ്മുടെ അടുത്ത് സെയിൻറ്റ് ആൻ്റണി കുരിശടിയിലെ പെരുന്നാളാണ്. അവിടെ സ്നേഹവിരുന്നുണ്ട് ഉച്ചയ്ക്ക് അവിടെ പോയി സ്നേഹവിരുന്ന് കഴിക്കണം. ഉച്ചയ്ക്ക് മാത്രമല്ല, രാത്രി 8 മണി വരെ ചോറ് വിളമ്പും. ഡിന്നറും അവിടുന്ന് തന്നെയായിരിക്കും. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഉപ്പ് കുറഞ്ഞ ചോറും അതുപോലെ തന്നെ ഉപ്പ് തീരെ കുറച്ചുള്ള സാമ്പാറും അവിയലും, പിന്നെ ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടൊരു അച്ചാറും ചിലപ്പോൾ പായസമൊക്കെ ഉണ്ടാവും. ഇന്ന് കുക്കിംഗ് പരിപാടികളൊന്നുമില്ല എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു റീസൺ ഇതാണ്. രാവിലെ ഷേർലി ചേച്ചി കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ എണീറ്റത്. അമ്മ ചെന്ന് നോക്കിയപ്പോൾ ചേച്ചിയുടെ ബ്രദറിൻ്റെ മെമ്മോറിയൽ മാസം ഉണ്ടായിരുന്നു എന്ന്. ആൻഡ് ഷീ വാസ് ബ്രിങ്ങിങ് എസ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ അവിടെ നിന്നുള്ള പൊതിയാണ് ഇടിയപ്പവും മുട്ടക്കറി. ഞാൻ എണീറ്റ് വരുന്നപ്പോൾ തന്നെ കാണുന്നത് അമ്മ ഇരുന്ന് പഴങ്കഞ്ഞി കുടിക്കുന്നതാണ്. നിലവിലുള്ള അമൃതം അവിടെ പാലുപ്പിലിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുക്കുവിൻ്റെ പാലും ഒരു ഗ്ലാസ്സിലിരിപ്പുണ്ട്. ഇടിയപ്പവും എഗ് കറിയും കൂടെ ഞാനും കുക്കുവും കൂടെ ഷെയർ ചെയ്തങ്ങ് കഴിച്ചു. എൻ്റെ കോഫിയും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയിൽ തന്നെയാണ് കുടിച്ചത്. പിന്നെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകാനായിട്ട് അധികം ഒന്നുമില്ലായിരുന്നു. കഴിച്ച പ്ലേറ്റ്, പാല് കുടിച്ച ഒരു കപ്പ്, അവൻ പാല് കുടിച്ച കപ്പ്, ഞാൻ കോഫി കുടിച്ച കപ്പ്, ഇതെല്ലാം കൂടെ കഴുകി വെച്ചിട്ട് നമുക്കിനി ഡ്രസ്സ് അയൺ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നിങ്ങളും ഞാനും കടലൊക്കെ മിസ് ചെയ്യുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് മേലെ പോയി തന്നെ ഡ്രസ്സ് അയൺ ചെയ്ത് കടലൊക്കെ ഒന്ന് കാണാമെന്ന്. പിച്ച വെച്ച നാൾ മുതൽ കൂനി, ഇതിങ്ങനൊന്നും അല്ലായിരുന്നു. ഈ പിച്ച വെപ്പൊന്നും അല്ലായിരുന്നു, ഇഴയിലായിരുന്നു. ഇപ്പം എന്തായാലും പിച്ച വെച്ചിട്ടുണ്ടല്ലോ. ആ പാട്ടിലെ പിന്നീടുള്ള വരികൾ പോലെ തന്നെ വീടും നാടും ഒക്കെ ഒരുങ്ങി പെരുന്നാളിനായിട്ട്. ഇനി ഞങ്ങളും കൂടെ ഒരുങ്ങി അങ്ങോട്ട് പോകാനുള്ളൂ. അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് അതൊന്ന് ചൂടാവാനുള്ള ടൈമിൽ പെട്ടെന്നൊന്ന് കടൽ കണ്ടേച്ച് വരാം. നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമുക്കും സ്നേഹത്താൽ ജ്വലിക്കപ്പെടുന്നവരാണ്. അവരുടെ വഴിയായിട്ട് വിശുദ്ധ അന്തോണീസിന്റെ വിഭാഗത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് വിശുദ്ധമായിട്ട് ജീവിക്കുവാനായിട്ട് അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഞാൻ ഡിനോസ് ചെയ്ത് കളയാതിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം. വീട്ടിൽ പാട്ടായാലും പ്രസംഗമായാലും നൊവേനയായാലും എല്ലാം ഇവിടെ ഇതുപോലെ കേൾക്കാം. കോളാമ്പി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിന്ന് ഇടുന്നത് നമ്മുടെ ഈസിയോ ബേബിയുടെ ബാപ്റ്റിസത്തിനായിട്ട് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ. അത് പിന്നെ ഒന്നിനും ഞാൻ ഇട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമുക്ക് ഇൻ കേസ് വേണ്ടി വന്നാലോ എന്ന് കരുതി സ്റ്റാൻഡും പിന്നെ അവൻ എക്സ്ട്രാ ഒരു പാമ്പേഴ്സും അവനുള്ള വെള്ളവും ഒക്കെ എടുത്ത് ഞങ്ങളത് പോകാനായിട്ട് റെഡിയായി. വെളിയിലോട്ട് ഇറങ്ങിയതും മഴ. പിന്നെന്ത് ചെയ്യാനാ, ഞങ്ങളവിടെ 3G അടിച്ചങ്ങിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ള റീലിൻ്റെ മ്യൂസിക്കൊക്കെ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് തന്നെ കുറേ സമയമെടുക്കും. എനിക്ക് കറക്റ്റായിട്ട് ഒരു രാത്രി കൂടെ വിട വാങ്ങവേ അവിടെ വെച്ച് നിർത്തണം എന്നുള്ളത് കൊണ്ട് ബാക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതവിടെ കൊണ്ട് വെക്കണം. ആ പരിപാടിയൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോങ് വീഡിയോയ്ക്ക് മുന്നേയുള്ള ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ വിചാരിക്കും ഞാൻ എന്ത് തേങ്ങയൊക്കെയായി പറയുന്നതെന്ന്. സാധാരണ സെയിൻറ്റ് ആൻ്റണിയുടെ കുരിശടിയിലെ പെരുന്നാൾ വരുന്നത് ഫെബ്രുവരി മന്തിലാണ്. ഇത്തവണ അതെങ്ങനെയോ മാർച്ചിലായി. മാർച്ച് 2 സൺഡേ ആയി. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇന്നേ വരെ ഈ ഒരു പെരുന്നാളിന് മഴ പെയ്തതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഇത് ആദ്യമാണ്. അതും അങ്ങനെ വലിയ തുള്ളിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ചാറ്റൽ മഴയെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മഴ. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയതാണ് മഴ തീർന്നു എന്നുള്ളത്. അങ്ങനെ മഴ തീർന്നു. ഞങ്ങളിതേ കുരിശടിയിലേക്ക് ഇറങ്ങുകയാണ്. കാലമൊക്കെ ആയോ ചേച്ചി എന്നുള്ള നിങ്ങളുടെ മെസ്സേജസൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. താങ്ക് യു ഫോർ കീപ്പിംഗ് എ ചെക്ക് ഓൺ മീ. ഇന്നലെ ട്രിവാൻഡ്രത്ത് പോകേണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ടിടാം. അപ്പോൾ കുറച്ചധികം നടക്കേണ്ടി വന്നു. ഞാൻ അറിയാതെ തന്നെ ഞാനങ്ങ് കാലുറപ്പിച്ച് നടന്നു എന്ന് വേണം പറയാനായിട്ട്. എന്നാലും ചെറിയൊരു മുടന്തുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ടില്ല. വലിയ പത്രാസും കാണിച്ച് തൊപ്പിയും വെച്ച് ബാഗും തൂക്കി ഒരു 50 ചുവട് ശരിക്കും നടന്നില്ല. അതിനു മുമ്പ് അമ്മയുടെ ഒക്കത്തായി. നമ്മുടെ കുരിശടി കഴിഞ്ഞാൽ കുറച്ചൊന്ന് മുന്നോട്ട് നടന്നാൽ മതി സെയിൻറ്റ് ആൻ്റണിയുടെ കുരിശടി എത്തും. ഈ കുരിശടിയുടെ മുന്നിലൂടെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നമ്മുടെ സിമിത്തേരിയൊക്കെ ഉള്ളത്. ഇവിടെ വന്നപ്പോഴേക്ക് നല്ല മഴ. അങ്ങനെ ഞങ്ങൾ പന്തലിനുള്ളിൽ കയറിയിരുന്നു.
അപ്പോൾ എനിക്ക് ഇനി വരി നിൽക്കാൻ പറ്റത്തില്ല, കാല് നനയും, അവിടെയൊക്കെ നല്ല വെള്ളമായി. അങ്ങനെ ഞാൻ കുറച്ച് നേരം പന്തലിൽ തന്നെ ഇരുന്നു. അപ്പോഴത്തേക്ക് അമ്മയും കുക്കുവും കൂടെ ഒരു 2 പ്ലേറ്റ് ചോറ് മേടിച്ചുകൊണ്ട് വന്നു. ഒരു പ്ലേറ്റിലെ ചോറ് ഞാൻ കുക്കുവിനും നിലുവിനും കൂടെ വാരി കൊടുത്തു. പിന്നെ അമ്മയും അമ്മ വാങ്ങിച്ച ഒരു പ്ലേറ്റിലെ ചോറ് കഴിച്ചു. പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പോയി വീണ്ടും ആലനുള്ള ചോറും കൂടെ എടുത്തുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുക്കു സാർ എനിക്കൊരു ചോറും കൂടെ മേടിച്ചുകൊണ്ട് തന്നു. അധികം തിരക്കില്ലായിരുന്നു, മഴയായതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു 3 മണി വരെയൊക്കെ നല്ല തിരക്കായിരിക്കും. ഇവിടെയാണ് കൈ കഴുകുന്നതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ, കടപ്പുറത്ത്. അങ്ങനെ കൈയും കഴുകി വെള്ളമൊക്കെ കുടിച്ച് ആലനുള്ള ചോറുമായിട്ട് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ കുരിശടി എത്തിയപ്പോഴത്തേക്ക് പൂജയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുരിശടിയുടെ അകത്തോട്ട് കയറാൻ പറ്റിയില്ല, നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ 6 മാസത്തിൽ ആദ്യമായിട്ട് ചോറ് കൊടുക്കുന്ന പിള്ളേർക്കൊക്കെ അച്ഛൻ ചോറ് കൊടുക്കുമല്ലോ, അതിൻ്റെയൊക്കെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുരിശടിയിലോട്ട് കയറണ്ടെന്ന് കരുതി. ചാറ്റൽ മഴ ഒന്ന് കുറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ നടന്നിങ്ങ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. എല്ലാ ഫ്രെയിമിലും വരുന്ന നമ്മുടെ പിയാത്ത ഈ ഫ്രെയിമിലും വന്നു. ഇനി പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. വീട്ടിലേക്ക് കയറിയപ്പോഴാണ് കേട്ടോ 2-3 പാക്കേജസ് വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചത്. കുക്കു സാറിന് ബാഗും ലഞ്ച് കിറ്റും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. ആമസോണിൽ എല്ലാത്തിനും നല്ല ഓഫറിൽ റേറ്റ് കുറഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തത് കേട്ടോ. പക്ഷേ ലഞ്ച് ബോക്സിൻ്റെ ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു 6 പ്ലാസ്റ്റിക് കപ്സ് ഇരിക്കുന്നു, ഈ ഫ്ലവറൊക്കെ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ വെക്കുന്ന കപ്സ്. അപ്പോൾ അതെന്തായാലും ഇനി റിട്ടേൺ ചെയ്യണം. വാട്ടർ ബോട്ടിലും ബാഗും ഒക്കെ കറക്റ്റായിരുന്നു. ബാഗ് അവന് ഫുട്ബോളിൻ്റെത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ ആ ലഞ്ച് ബോക്സിൻ്റെ റിട്ടേൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കത് പ്രോഡക്റ്റ് മാറിയാണ് വന്നതെന്നുള്ളതിൻ്റെ ഫോട്ടോസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കുക. ടാഗിൻ്റെ ഫോട്ടോ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് ടാഗൊന്നുമില്ല. എന്തായാലും എൻ്റെ റിട്ടേൺ അപ്രൂവ്ഡ് ആയി. ആദ്യം ഒരു റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ് എനിക്ക് കിട്ടിയത്, പക്ഷേ March 9th ആവും അടുത്ത ലഞ്ച് ബോക്സ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അത് കുറച്ച് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാനത് പിന്നെ അങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് റീഫണ്ട് ഓപ്ഷൻ തന്നെ കൊടുത്തു. കുക്കു സാറാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ബബിയാൻ്റെയും ഷേളി ചേച്ചിയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ മരിച്ചു പോയി എന്ന് പറഞ്ഞ ആളുടെ ബോഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ടാണ് ഞാൻ കോഫിക്കുള്ള വെള്ളം വെച്ചത്. എന്തായാലും ആലിന് എത്തിയിട്ടില്ല. പിന്നെ കോഫി ഇട്ടേച്ച് ഞങ്ങൾക്ക് മേരിക്കുട്ടി ആൻറ്റീനെ കാണാൻ പോകാനായിട്ടൊരു പ്ലാനുണ്ട്. 2 പേരും ഉണർന്നപ്പോഴേക്ക് അമ്മ അമൃതം കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുക്കുവിനും ഇപ്പോൾ അമൃതം കാച്ചി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിലുവിന് അത്യാവശ്യം നല്ല ബോഡി വെയിറ്റൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ കുക്കുവിനും അത് ഇത്തിരി കൊടുത്ത് ബോഡി വെയിറ്റൊക്കെ ഒന്നാക്കി എടുക്കാമെന്ന് കരുതി. അമ്മ നാളെ അപ്പത്തിനുള്ള പച്ചരിയാണ് കുതിർക്കാൻ ഇട്ടിരിക്കുന്നത്. നാളെ ഞാൻ ഹാഫ് ഡേ ലീവായിരിക്കും, നാളെ ഫ്യൂണറലാണ്. ആലൻ ഓഫാണ്, പ്ലസ് ഞങ്ങൾക്ക് 2 പേർക്കും ഫ്യൂണറലിന് പോകണം. അപ്പോൾ രാവിലെ അപ്പവും കടലക്കറി ഉണ്ടാക്കാനായിട്ടാണ് കടല കുതിർക്കാനായിട്ടത്. കോഫിക്ക് വെച്ചിരുന്ന പാല് റെഡിയായി. ഞാൻ ഇന്നൊരു ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഉണ്ടാക്കാൻ പോണത്. ഷുഗറും ബ്രൂവിൻ്റെ പാക്കറ്റ് ഇരുന്നതിൻ്റെ അകത്ത് നിന്ന് 2 പാക്കറ്റ് പൊട്ടിച്ചിട്ടു. ഈ ആഡ് ചെയ്യുന്ന വാട്ടർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വാട്ടറാണ് കേട്ടോ. നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെങ്കിലും ഹോട്ട് വാട്ടർ ആണെങ്കിലും ഇതുപോലെ ആയി വരത്തില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കോൾഡ് വാട്ടർ തന്നെ യൂസ് ചെയ്യുക. പുറത്ത് ഇപ്പോഴും നല്ല കാറ്റുണ്ട്, മധുര നൊമ്പര കാറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു കാറ്റ്. ലിറ്ററലി അതാണ് ഇപ്പോൾ കുരിശുമൂടിൻ്റെ അവസ്ഥ. അങ്ങനെ ഒരു ഡേയിനെ കുറച്ചെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് സോത്തിങ് മൈറ്റ് ഹെൽപ്പ്. കോഫി അത്യാവശ്യം നല്ല തിക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ചായൻ്റെ കൂടെയുള്ള പഴംപൊരിനെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. അല്ലെങ്കിലും അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റിയൊരു മൂഡല്ലായിരുന്നു ഇന്നത്തേത്, എസ്പെഷ്യലി ആഫ്റ്റർ ദാറ്റ് വിസിറ്റ്. കോഫിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, യു ആർ ഓൺലി 1 സിപ്പ് അവേ ഫ്രം എ ഗുഡ് മൂഡ്. ഈ ഗുഡ് മൂഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കിച്ചണിൽ കുറച്ച് ഐറ്റംസ് റീപ്ലേസ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ഈ പറഞ്ഞൊരു മാനസികാവസ്ഥയൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ മാമിയുടെ പരിപാടിയാണ്. ആൻഡ് ആഫ്റ്റർ മൈ കോഫി ഞങ്ങളെല്ലാവരും വീണ്ടും റെഡിയായി മേരിക്കുട്ടി ആൻറ്റീനെ കാണാൻ പോവുകയാണ്. പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കുരിശടിയിൽ കയറി, അകത്ത് കയറി പ്രാർത്ഥിച്ചില്ലല്ലോ, പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡും കൂടെ കഴിച്ചിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. കുരിശടിയുടെയും ലില്ലിയംസിൻ്റെയും വീടിൻ്റെ ഇടയിലുള്ള വഴിയിൽ കൂടെ നമ്മൾ കിരൺ ടോമിയുടെ വീടെന്ന് പറയത്തില്ലേ, ഷേളി ചേച്ചിയുടെ വീട്, അവിടെയാണ് നിലു കൊള്ളത്. കോവയ്ക്ക ഇവിടുന്ന് പിച്ചുന്ന കോവയ്ക്കാണ് കേട്ടോ നമ്മൾ വീട്ടിൽ കറിയാക്കുന്നത്. അമ്മച്ചിയുടെ ലില്ലിയംസിൻ്റെ വീട്ടിൻ്റെ മതിൽ പറ്റയാണ് അതിങ്ങനെ പടർന്ന് കിടക്കുന്നത്. അങ്ങനെ അവിടെ പോയി അവനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നാണ് പോകുന്നത്. ഈ പെരുന്നാളിൻ്റെയൊക്കെ ഒരു വൈബും പിടിച്ച് അങ്ങനെ അങ്ങ് നടക്കാം കേട്ടോ. ആ കാണുന്ന ഊടുവഴിയിൽ കൂടെ ഇറങ്ങിയാൽ വീണ്ടും നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തും. ഇവിടെ ഒരു കപ്പൽ കിടക്കുന്നു എന്നും പറഞ്ഞ് കുക്കു സാറ് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഷേളി ചേച്ചിയുടെ വീടാണെങ്കിലും എനിക്കത് ജീമോൻ്റെയും ജെസി ആൻറ്റിയുടെയൊക്കെ വീടാണ്. ഞാനും അമ്മയും തമ്മിൽ സംസാരിക്കുമ്പോൾ പോലും ഞങ്ങൾ ആ വീടിനെ അങ്ങനെയാണ് റെഫർ ചെയ്യാറുള്ളത്. ഒരു നല്ല മനുഷ്യൻ്റെ മരണത്തോടു കൂടി പൂട്ടിപ്പോയ ഞങ്ങളുടെ മരിയ ബേക്കറിയാണത്.
100 രൂപയ്ക്ക് ഞങ്ങൾ പിസ്സ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണത്. കുരിശടി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയാലും മേരിക്കുട്ടിയുടെ വീട് എത്തുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സ്ഥലത്തെ പ്രധാന പയ്യൻസ് കുരിശുമൂട്ടിലുള്ള സകല എണ്ണവും ഈ വഴി ചുമ്മാ ദിങ്ങനെയൊക്കെ പോകുന്നുണ്ട്. കളക്ഷൻ ആവണം, പെരുന്നാളല്ലേ. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നടത്തം തുടങ്ങി. നിലു ഇപ്രാവശ്യം കുറച്ചധികം നടന്നു. മേരിക്കുട്ടിയുടെ വീട്ടിലിരുന്നാലും ഇവിടുത്തെ പാട്ട് കേൾക്കാൻ പറ്റും. ദേ കോളാമ്പി മേലെ ഇരിക്കുന്നുണ്ടല്ലേ. ലൈറ്റ് വർക്ക്സും ഏതാണ്ട് അവിടം വരെ തന്നെ ഉണ്ട് കേട്ടോ. കഴിച്ചിട്ട് ആരോ പാത്രം റോഡിലിട്ടേച്ച് പോയേക്കുന്നു. ഇവിടുന്ന് കുറച്ചപ്പുറത്തായിട്ട് ദേ സൂം ചെയ്യുമ്പോൾ കാണുന്നത് സെയിൻറ്റ് ജോസഫിൻ്റെ കുരിശടിയാണ്. ഇനി അടുത്ത പെരുന്നാൾ അവിടെയാണ്, മാർച്ച് 19. ഇവിടെ എത്തിയപ്പോഴേക്ക് ഇതേ റൊസാനയുടെ തലതൊട്ടപ്പൻ ഗോഡ് ഫാദർ, പുള്ളി എബ്രോഡ് ആയിരിക്കും ബർത്ത്ഡേക്ക്. അതുകൊണ്ട് അവർ നേരത്തെ കൂട്ടി കേക്ക് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടിക്കും കൂടാൻ പറ്റി. റൊസാനയെ ചോച്ചു എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ചോച്ചുവിൻ്റെ മാത്രമല്ല എമിലിൻ്റെ പാറക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടെ ഇവിടെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരിച്ച് കുരിശടിയിലേക്ക് നടന്ന ഞങ്ങളുടെ ഒപ്പം മേർക്കുട്ടിയാൻ്റെയും കൂടെ കൂടി കേട്ടോ. ഇപ്പോൾ സർജറി കഴിഞ്ഞ് റിക്കവറായി വരുന്ന ആളാണ്. അതാണ് മേർക്കുട്ടിയാൻ്റെയെ കാണാൻ പോകാൻ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് തന്നെയായിരുന്നു എൻ്റെ കാല് മുറിഞ്ഞ അതേ സമയത്ത് തന്നെയായിരുന്നു ആൻറ്റിയുടെ സർജറി. അപ്പോൾ രണ്ടുപേരും ഈ കുടുംബത്ത് വീണ 2 വൻമരങ്ങൾ എന്ന് പറയാമോ എന്നറിയത്തില്ല, 2 ചെറിയ മരങ്ങൾ ഇപ്പോൾ വീണ്ടും എണീറ്റ് നടത്തം തുടങ്ങിയിട്ടുണ്ട്. രാത്രി വിളമ്പിയ സ്നേഹവിരുന്നിന് കൂട്ടാനായിട്ട് സാമ്പാറും ഇത്തിരി തീയലും കുറച്ച് നാരങ്ങ അച്ചാറുമായിരുന്നു. തീയൽ ഉഗ്രനായിരുന്നു കേട്ടോ. സാധാരണ ഈ സമയത്ത് രസമാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഞങ്ങൾ കുരിശടിയിൽ കയറി. കുക്കു സാറ് മാർച്ചിലെ എക്സാമിന് പഠിച്ചതെല്ലാം ഓർമ്മ വരാനും പിന്നെ അവൻ്റെ ലഞ്ച് ബോക്സ് വേഗം എത്താനും ഒക്കെയാണ് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പ്രാർത്ഥിച്ചില്ല. കൈവിട്ട് കളഞ്ഞല്ലോ എന്നൊരു വാക്ക് മാത്രം. സെൻറ്റ് ആൻ്റണിയുടെ കുരിശടിയിലെ പ്രദക്ഷിണം ഇന്നലെ ഇതുവഴിയാണ് പോയത്. അപ്പോൾ ഇവിടെ ദീപവും വിളക്കും ഒക്കെ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയിട്ടില്ലായിരുന്നു. ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, അത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാനിപ്പോൾ ലോങ് വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഷോർട്സ് ഇടാമെന്ന് കരുതിയിരിക്കുകയാണ്. തിരിച്ചങ്ങനെ വീട്ടിലെത്തി. കാറ്റിൻ്റെ ശക്തി കണ്ടല്ലോ. കാറ്റത്ത് അവൻ്റെ ചെരുപ്പ് പറന്നു പോയി എന്ന് പറയണമെന്നാണ് പറഞ്ഞത്. ആ തള്ളു നിങ്ങൾ കണ്ടല്ലോ, അവനെടുത്ത് എറിഞ്ഞതാ ചെരുപ്പ്. നല്ലപോലെ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ആലൻ താന്നി പോയിട്ട് തിരിച്ചെത്തിയിട്ടില്ല. സൺഡേ അല്ലേ, കുറച്ചധികം തിരക്കുണ്ടാവും. ഡിന്നറിന് ആലിന് ഞാൻ നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇന്നുണ്ടാക്കിയതല്ല, ഇന്നലെ ഉണ്ടാക്കിയ നൂഡിൽസാണ്. അത് കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങനെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അവനിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. നാളെ മൺഡേ കുക്കുവിന് സ്കൂളിൽ പോകണം. നമ്മൾ പോകുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവന് 2-3 റിവിഷൻ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിക്കാനിരുന്നു. ഇങ്ങനെ സാധാരണ പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടിച്ച് പിരിഞ്ഞ് ഡിവോഴ്സ് ആവുകയാണ് ചെയ്യാറുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ എന്തായാലും ലിജോയും മേളിനും വാവയും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ പഠിത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വാവേനെ അമ്മ എടുത്തതിനുള്ള കരച്ചിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അവനെ അധികം കരയിക്കാണ്ടിരിക്കാനായിട്ട് ലിജോ തന്നെ തിരിച്ചു വന്ന് ഇസിയോനെ എടുത്തിട്ട് പോയി. ഇതിനിടയിൽ അവനെ തന്നെ പേടിപ്പിക്കാനായിട്ട് ഈ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു വടിയുടെ കഷ്ണം എടുത്തിട്ട് അവൻ അമ്മയുടെ നേരെ തിരിഞ്ഞു കേട്ടോ. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ കാലിന് ചുറ്റി പിടിച്ചിട്ട് അമ്മേനെ ഇപ്പോൾ താഴത്തിടുന്നുള്ള മട്ടിലായി. പിന്നെ നൈസിന് ആ വടിയും മേടിച്ച് കറങ്ങി തിരിഞ്ഞ് വാവയുടെ അടുത്തേക്ക് വരാൻ പോയി കേട്ടോ. ആലൻ കുഞ്ഞിനെ എടുത്തതിലും അവന് പിണക്കമുണ്ട്. പക്ഷെ ഇവരിൽ ആരെടുത്താലും പിണങ്ങണമല്ലോ. ഈ ഒരു ഏജിൽ ഇങ്ങനത്തെ കുശുമ്പൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ബ്രദർഹുഡിനെ കുറിച്ചിട്ടും പരസ്പര സ്നേഹത്തെക്കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അവനത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് ആലൻ അപ്പുറത്തേക്ക് പോയി, മരണ വീട്ടിലേക്ക് പോയി. ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് അമ്മ അപ്പോഴേക്ക് ഒരു ബ്ലാക്ക് കോഫി ഇട്ട് വന്നു. 10:30 ആയപ്പോഴേക്ക് സിയോ പിന്നെ വാശി പിടിക്കാൻ തുടങ്ങി കേട്ടോ. അവൻ ഉറങ്ങേണ്ട ഒരു ടൈമൊക്കെ ആവുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഓൾ അബൌട്ട് ദിസ് സൺഡേ. പോകാൻ വരട്ടെ, ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയാനുണ്ട്.